പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ആദ്യമായി ഡാൻസിംഗ് മിസൈൽ പ്രയോഗിച്ച് ഇറാൻ. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് ഇറാൻ. US കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അത്യാധുനിക മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇറാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണ് സെജിൽ മിസൈൽ. ദിശ മാറി സഞ്ചരിക്കാനുള്ള കഴിവുള്ളതിനാലാണ് ഇവയെ ഡാൻസിംഗ് മിസൈൽ എന്ന് വിളിക്കുന്നത്. 2000 കിലോമീറ്റർ പരിധിയുള്ള മിസൈലിന് 700 കിലോഗ്രാം ആയുധം വഹിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദിശ മാറ്റുന്നതിനാൽ ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള മിസൈൽ വേദ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്നാണ് ഇറാന്റെ അവകാശവാദം. 18 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവുമുള്ള ഈ മിസൈൽ വേഗത്തിൽ വിക്ഷേപണത്തിന് സജ്ജമാക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. 1990കളുടെ തുടക്കത്തിലാണ് സെജിൽ മിസൈലിന്റെ രൂപകൽപ്പന ആരംഭിച്ചത്. 2008 ആദ്യ പരീക്ഷണം. യുദ്ധം 16ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ മിസൈൽ വിക്ഷേപണം. ഫെബ്രുവരി 28 തുടങ്ങിയ ആക്രമണം അയവില്ലാതെ തുടരുകയാണ്. ഇറാന്റെ 86-കാരനായ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുകയും മിഡിൽ ഈസ്റ്റിലുടനീളം സംഘർഷം ആരംഭിക്കുകയും ചെയ്തു. ഇറാൻ ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങളിലും US സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രായേലും അമേരിക്കയും ഇറാനിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് തുടരുകയാണ്. യുദ്ധത്തിൽ ഇതിനകം 2000-ലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. അവരിൽ ഭൂരിഭാഗവും ഇറാനികളാണ്. അതേസമയം ഇസ്രായേൽ അമേരിക്കൻ ആക്രമണ ഭീഷണികൾക്കിടയിലും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. യുദ്ധം 3ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും നഗരത്തിലെ കഫേകളും റെസ്റ്റോറന്റുകളും സജീവമായി കഴിഞ്ഞു. വരാനിരിക്കുന്ന പേർഷ്യൻ പുതുവത്സരത്തിന്റെ ഭാഗമായി തജ്രീസ് ബസാറിലെ കടകൾ തുറന്നതായും ATMകൾക്ക് മുന്നിലെ തിരക്കും ജനങ്ങൾ ഭയരഹിതമായി പുറത്തിറങ്ങുന്നതിന്റെ സൂചനയാണ്. ബാങ്കിംഗ് മേഖലയിലെ ഓൺലൈൻ തടസ്സങ്ങൾക്കിടയിലും വിപണികൾ സജീവമാകുന്നത് രാജ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം മേഖലയിൽ സംഘർഷം അതിശക്തമായി തുടരുകയാണ്. ഇസ്രായേലിന്റെ വ്യോമതാവളം ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി. പടിഞ്ഞാറൻ ഇറാനിലും ഇസ്രായേൽ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതിന് മറുപടിയായി ഇസ്രായേലിന്റെ ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടന്നതായി ഇറാൻ സേനയും അവകാശപ്പെട്ടു. യുദ്ധസന്നദ്ധയുടെ ഭാഗമായി ഇസ്രായേൽ സർക്കാർ വൻ തുക സൈന്യത്തിനായി നീക്കിവെച്ചിട്ടുണ്ട്. ഇറാഖിലെ സ്ഥിതിഗതികൾ വഷളാക്കുന്നതിനെ തുടർന്ന് അമേരിക്ക തങ്ങളുടെ പൗരന്മാരോട് ഉടൻ രാജ്യം വിടാൻ നിർദ്ദേശിച്ചു. ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ അമേരിക്കൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെ ആക്രമണം കടുപ്പിച്ചതാണ് ഇതിന് കാരണം. സൗദി അറേബ്യയും ബഹ്റൈനും ഇറാന്റെ ഡ്രോണുകളെ വെടിവെച്ചിട്ടതോടെ പശ്ചിമേഷ്യ മൊത്തത്തിൽ വലിയൊരു യുദ്ധമുനമ്പിലെ ആയിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന് താൻ തയ്യാറല്ലെന്ന് ട്രംപും പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ കൂടുതൽ മികച്ച കരാർ വ്യവസ്ഥകൾ നേടിയെടുക്കുന്നതിനായി യുദ്ധം തുടരുമെന്നാണ് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.